വെയിറ്റ് ലോസും ഫാറ്റ് ലോസും സെയിം ആണോ? ഒരിക്കലും സെയിം അല്ല, നല്ല ഡിഫറൻസ് ഉണ്ട് തമ്മിൽ. അതിൽ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പെട്ടെന്ന് തടി കുറക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഇല്ലാതെ കണ്ട് ഫാൻസി ഡയറ്റൊക്കെ എടുത്തില്ല, നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ കുറച്ച് പോർഷനിൽ ഫുഡ് കഴിക്കുക, ആവശ്യത്തിനുള്ള പ്രോട്ടീനോ കാർബ്സോ വേണ്ട ന്യൂട്രിയൻസോ ഒന്നും നമ്മൾ ബോഡിക്ക് പോകാണ്ട് നമ്മൾ അങ്ങനെ ഡയറ്റ് ചെയ്തിട്ട് വെയിറ്റ് കുറക്കാണ്. ഒബ്വിയസ്ലി നിങ്ങൾ നല്ല വെയിറ്റ് കുറയും, ഒരു മാസം കൊണ്ട് നല്ല രീതിയിൽ വെയിറ്റ് കുറയും. പക്ഷെ അത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ മെറ്റബോളിസം കുറയും. മസിൽ ലോസ് വന്നാൽ മെറ്റബോളിസം കുറയും. അപ്പോൾ നിങ്ങൾക്ക് കലോറി ബേൺ ആവാനും ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ ഇനി ഫാറ്റ് ലോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ന്യൂട്രിയൻസും ലൈക്ക് കാർബ്സ്, പ്രോട്ടീന്, ഫൈബർ, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് നല്ല രീതിയിൽ ഇതുപോലെ ഡയറ്റൊക്കെ എടുത്ത് ആവശ്യമുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഫാറ്റ് ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ മാസ് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളുടെ മസിൽ മാസ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെറ്റബോളിസം നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കലോറി ബേണിങ്ങും ഫാറ്റ് ലോസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ലോസിനേക്കാൾ ഫാറ്റ് ലോസ് ചൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ബൈ.